നമ്മൾ വയസ്സാകുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ എല്ലാം ഉള്ളു തുറന്ന് പങ്കുവയ്ക്കുന്ന ഒരു സ്വഭാവം, ശീലം വയസ്സാകുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ആരുമായും പങ്കുവെക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അവ ഏതൊക്കെയൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ വരുമാനത്തെക്കുറിച്ച് ആരോടും പറയാതിരിക്കുക. നമ്മുടെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പങ്കുവെക്കാതിരിക്കുക. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ്, സാറിന് എത്ര രൂപ പെൻഷനുണ്ട്, പറഞ്ഞേക്കുക. വെറുതെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞേക്കുക, എൻ്റെ ആവശ്യത്തിന് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞേക്കുക. അല്ലാതെ ഇത്ര രൂപയുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ വിചാരിക്കുള്ളിൽ, ഓ ഇത്രയുണ്ടോ, പിന്നെ കടം ചോദിക്കലായി. കടം ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിലോ പിന്നെ വിരോധമായി, പിന്നെ നമ്മളെക്കുറിച്ച് അപവാദം പറച്ചിലായി. ഇനി കൊടുത്താലോ പൈസയും പോയി, സുഹൃത്തും പോയി. അയാൾ എങ്ങനെയും നമ്മുടെ ശത്രുവായിത്തീരും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ സാമ്പത്തികമായ അവസ്ഥയെക്കുറിച്ച് ആരുമായും പങ്കുവെക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മുടെ കുടുംബ രഹസ്യങ്ങളാണ്. ലോകത്തുള്ള എല്ലാ കുടുംബങ്ങളിലും എക്കാലത്തും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പ്രായമാകുമ്പോൾ പക്ഷെ നമുക്ക് തോന്നും, മക്കൾ ശരിക്കും നോക്കുന്നില്ല, മരുമക്കൾ നന്നായി നമ്മളെ കരുതുന്നില്ല, നമ്മൾ അറിയിക്കുന്ന ഒരു പരിഗണനയോ അംഗീകാരമോ ലഭിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നാം. അതൊക്കെ സ്വാഭാവികമാണ്. അത് മറ്റുള്ളവരായി പങ്കുവെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെന്നെ കൂടുതൽ മനസ്സിലാക്കും. പക്ഷേ ഒരു മനസ്സിലാക്കലും സംഭവിക്കാൻ പോകുന്നില്ല. അയാൾ എന്തു ചെയ്യും? അയാൾ പോയി മക്കളോടും മരുമക്കളോടും അതിന് വേറൊരു വേർഷൻ അത് കൂടുതൽ പരത്തി ആഴത്തിൽ പറഞ്ഞു കേൾപ്പിക്കും. നമ്മുടെ ബന്ധങ്ങൾ പിന്നീട് വഷളാകത്തേയുള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ നമ്മൾ ദൈവത്തോട് പറയുക, പ്രാർത്ഥിക്കുക, അതല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ രോഗങ്ങളെക്കുറിച്ചാണ്. പ്രായമാകുമ്പോൾ എല്ലാവർക്കും രോഗങ്ങളുണ്ട്, രോഗങ്ങളില്ലാത്ത ആരുമില്ല. നമ്മുടെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് വെറുതെ നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടന്നാൽ നമുക്കൊരു പ്രയോജനമില്ല. നമ്മൾ വിചാരിക്കുമോ മനസ്സിലൊരു ശാന്തി കിട്ടുമല്ലോ, സമാധാനം കിട്ടുമല്ലോ, സ്വസ്ഥത കിട്ടുമല്ലോ, ഇത് പങ്കുവെച്ചാലെന്ന് വിചാരിച്ച് നമ്മുടെ അസുഖങ്ങളെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കെങ്ങും ഒരു സ്വസ്ഥത അതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല. പിന്നെയോ ആ വ്യക്തി എന്നുള്ള നെഗറ്റീവ് എനർജി നമ്മളുടെ ഉള്ളിലേക്ക് വരും എന്നേ ഉള്ളൂ. അയാൾ കരുതുമോ ഇങ്ങനെ വരേണ്ടതാ, ഇപ്പോൾ 6 പിച്ചക്കനാ, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ ഫലമാണ്, ചെയ്ത തെറ്റുകളുടെ ഫലമായി ഇതെല്ലാം അനുഭവിക്കുന്നത്. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള അയാളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരികയുള്ളൂ. അപ്പോൾ നമ്മുടെ രോഗാവസ്ഥയെക്കുറിച്ചും രോഗകാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഒന്നുകിൽ നമ്മുടെ ഡോക്ടറോട് പറയുക, അതല്ലെങ്കിൽ ദൈവത്തോട് പറയുക. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. നാലാമതായിട്ട് നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആരോടും പറയാതിരിക്കുക. നമ്മുടെ പദ്ധതികളെക്കുറിച്ച് ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരു അധ്യാപകൻ റിട്ടയർഡായപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഒരു ചായക്കട തുടങ്ങിയേക്കാം. അത് അദ്ദേഹം അടുത്ത സുഹൃത്തോട് പറഞ്ഞു. സുഹൃത്ത് പറഞ്ഞു, ഒരിക്കലും തുടങ്ങിയേക്കരുത്, അത് പൊട്ടി പാളീഷായി പോവുള്ളൂ. അറിയോ എത്രയോ പേര് ചായക്കട തുടങ്ങി, എല്ലാം പൊട്ടിപ്പോയി, പൈസ പോവും. അപ്പോൾ നോക്കുക, ഇങ്ങനെ നമ്മുടെ പ്ലാനുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അവർ നെഗറ്റീവായിട്ടുള്ള ഐഡിയാസ് മാത്രമേ നമുക്ക് തരികയുള്ളൂ. അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസം ചോർന്നു പോകും, നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല. നമ്മുടെ ഓരോ പ്ലാനും ഓരോ പദ്ധതിയും അത് ഓരോ വിത്ത് പോലെയാണ്, മണ്ണിൽ കുഴിച്ചിട്ട വിത്ത് പോലെയാണ്. അതോടെ ഇരിക്കട്ടെ, സ്വസ്ഥമായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിനെ പരിപോഷിപ്പിക്കുക, അത് മുളച്ച് ഫലം ഉണ്ടാവട്ടെ, അത് പുറത്ത് വരട്ടെ, അത് മുളച്ച് വരട്ടെ. അതല്ലാതെ അതെപ്പോഴും മാന്തി മറ്റുള്ളവരുടെ അടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടിരുന്നാൽ അത് ഒരിക്കലും മുള പൊട്ടാൻ പോവുകയില്ല, മുള പൊട്ടാനായിട്ട് പോകുന്നില്ല. അതുപോലെയാണ് നമ്മുടെ പ്ലാനുകൾ എപ്പോഴും മറ്റുള്ളവരെ പങ്കുവെക്കുമ്പോൾ അവരിൽ നെഗറ്റീവ് ഐഡിയാസ് നമ്മളിലേക്ക് വരും എന്നല്ലാണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യുമെന്നല്ലാണ്ട് അതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ നമ്മൾ കരുതും നമുക്ക് അല്പം ഒരു ആശ്വാസം, അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ മനസ്സിലാക്കും. ലോകത്തിൽ അങ്ങനെ ആരും ഒന്നും സംഭവിക്കുന്നില്ല. സാധാരണ മനുഷ്യർക്കൊന്നിലെ നമ്മളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒന്നിലെ അസൂയ, അതല്ലെങ്കിൽ ഒരു പുച്ഛം, അതുമല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അപവാദങ്ങൾ മറ്റുള്ളവരുമായിട്ട് അത് പറഞ്ഞ് പരത്തി കൊണ്ട് നടക്കും. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരുമായി ആരുമായും പങ്കുവെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് വയസ്സാങ്കാലത്ത് ശാന്തമായി സമാധാനമായ ഒരു ജീവിതം നയിക്കുന്നതിന് നമ്മൾ ഈ കാര്യങ്ങളിലെല്ലാം നിശബ്ദത പാലിക്കുകയാണ് ഏറ്റവും നല്ലത്. ദൈവം അനുഗ്രഹിക്കട്ടെ.